എൻ്റെ ഒരു സുഹൃത്ത് മാസങ്ങൾക്ക് മുമ്പ് ഒരു വിദേശയാത്ര പ്ലാൻ ചെയ്തിട്ട് മുടങ്ങിപ്പോയ ഒരു കഥയാണ്. അവനൊരു വിദേശയാത്ര വളരെ മാസങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്ത് വളരെ ആഗ്രഹിച്ചാണ് ഇരുന്നത്. സഡൻലി യാത്രയ്ക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവൻ്റെ ഒരു ട്രാവൽ ഡോക്യുമെന്റ് റിജക്റ്റ് ആയി. ആളാകെ ഫ്രസ്ട്രേറ്റഡ് ആയി. വൈഫിന് പ്രോമിസ് കൊടുത്തിരുന്നു എന്തായാലും യാത്ര പോകണമെന്ന്. ഫാമിലി ഹാപ്പി ആക്കണം അവൻ വളരെയധികം ആഗ്രഹിച്ചു. സെൽഫായിട്ട് ബ്ലെയിം ചെയ്യാൻ തുടങ്ങി. എന്താ പറ്റിയത്, എന്റെ ലൈഫിൽ ഇനി പ്രശ്നങ്ങൾ വരാൻ പോകണം, എല്ലാം അഗെയിൻസ്റ്റ് ആയിട്ട് വരാണെന്ന് വരെ ചിന്തിച്ചു. അവൻ അടുത്ത മാസത്തേക്ക് ഈ യാത്ര പോസ്റ്റ്പോൺ ചെയ്തു. ഞങ്ങളെ കമ്പനിയുടെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും അവന് കൊടുത്തിരുന്നു പോസ്റ്റ്പോൺ ചെയ്യാൻ. ആഫ്റ്റർ 2 days he is getting a business call. ആ ഒരു ബിസിനസ് കോൾ വലിയൊരു ഹ്യൂജ് ഡീലായിരുന്നു അവനെ സംബന്ധിച്ച്. ഒരുപക്ഷെ അവൻ ആ വിദേശ രാജ്യത്തായിരുന്നെങ്കിൽ ഈ ഫോൺ മേ ബി കണക്ട് ആയെന്ന് വരില്ല, അവനെടുത്ത് സംസാരിക്കാൻ പറ്റുന്ന വരില്ല, അവന്റെ ലൈഫിൽ കിട്ടേണ്ടിരുന്ന വലിയൊരു ഡീൽ ഒരു പക്ഷേ നഷ്ടമായി പോയത്. അതിന്റെ അർത്ഥം എല്ലാ കാര്യങ്ങളും നമുക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നു എന്നല്ല. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ഡിലേസും ഒരു പണിഷ്മെന്റ് അല്ല. ചില ഡിലേസ് നമ്മൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി നമ്മളിൽ നിന്ന് മാറിപ്പോയത് വരെ ആവാം. ഇപ്പൊ ഏതെങ്കിലും യാത്രകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പാനിക് ആവരുത്, ഒരിക്കലും ഫ്രസ്ട്രേറ്റഡ് ആവരുത്. അതിന്റെ അർത്ഥം മറ്റെന്തോ നല്ലത് നിങ്ങൾക്ക് വരാനുണ്ടെന്നാണ്.